ഞാൻ ഇതിനിടയിൽ വന്ന് പെട്ടുയൊരാൾ മാത്രമല്ല. പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളായിട്ടാ. സച്ചിക്കും ഗോകുലിനും ഇടയിൽ. ഒരു കാര്യം മാത്രം താൻ മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷം സമൃദ്ധ ഗോകുലിന്റെ ഭാര്യയായിട്ട് ജീവിച്ച കുടുംബമാണത്. അവന്തികയുടെ കയ്യാളായിട്ട് നിന്ന് എന്തിനായിരുന്നു ഞങ്ങളെ ഇത്രയും ദ്രോഹിച്ചേ? എന്തായാലും അതിനെല്ലാം കൂടി സാറിന് കിട്ടിയില്ലേ? പണ്ട് ചെയ്തതിനൊക്കെ ദൈവത്തിനോട് പ്രായച്ചിത്ത ഏറ്റുപറയാൻ വന്നതാണോ സാറ്? താൻ പറഞ്ഞതൊക്കെ ശരിയാ. ആരോടും ഒരു മര്യാദയും മനസാക്ഷിയും കാണിക്കാത്ത ഒരു പോലീസുകാരൻ തന്നെയായിരുന്നു ഞാൻ. പലർക്കും വേണ്ടി നിയമത്തിന്റെ അകത്ത് നിന്നും പുറത്തു നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിരപരാധികളായ തന്നെ പോലുള്ള ഒരുപാട് പേർക്ക് ഞാൻ കാരണം പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. താൻ പറഞ്ഞതുപോലെ അതിനെല്ലാം കൂടെ ചേർത്ത് എനിക്ക് നല്ല ബേഷായിട്ട് ദൈവം തന്നു. അതില് തനിക്ക് നല്ല സന്തോഷമുണ്ടല്ലേ? അങ്ങനെ മറ്റുള്ളവർക്ക് പറ്റുന്ന ദുരന്തത്തില് സന്തോഷിക്കുന്ന ആളല്ല സാറേ ഞാൻ. എന്റെ മനസ്സിലുള്ള സാറിനോടുള്ള ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. അന്ന് സാർ ഒറ്റയാള് കാരണോ എന്റെ അർച്ചനെ എനിക്ക് വീണ്ടും നഷ്ടപ്പെട്ടത്? ഞാൻ കാരണോ? അതെ, സാർ കാരണം തന്നെ. സാറിന് ഓർമ്മയുണ്ടോ ഹോസ്പിറ്റലിന്റെ മുറ്റത്തുനിന്ന് എന്നെ അറസ്റ്റ് ചെയ്തത്? സാർ, സാർ, എന്റെ അർച്ചനെ ഞാൻ കണ്ടു. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട എന്റെ അർച്ചനെ അന്ന് അവിടെ വെച്ചാ ഞാൻ വീണ്ടും കണ്ടത്. അന്ന് സാറിനെ അറസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ വെച്ച് അവളെ എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. പക്ഷേ ദൈവം വലിയവനാണ് സാറേ. ഇപ്പൊ എന്റെ അർച്ചന എവിടെ ഉണ്ടെന്ന് എന്നെക്കാൾ നല്ലതുപോലെ സാറിന് അറിയാലോ അല്ലേ? എന്താ സാറേ ഞാൻ ചോദിച്ചതിന് സാറ് മറുപടി പറയാത്തെ? എല്ലാം അറിയാവുന്ന ആള് ഇപ്പൊ സാറാണല്ലോ. എന്നിട്ടും സാറിനൊന്നും അറിയില്ലാന്ന് സാറിപ്പോ നടിക്കുന്നു. സ്വന്തം ആളിയന് വേണ്ടി. പറയൂ സാറേ, അർച്ചന എന്റെ ഭാര്യയല്ലേ? എല്ലാ സത്യവും സാറിന് അറിയാവുന്നതല്ലേ? ഗോകുൽ സാറിനോട് സാറെങ്കിലും ഒന്ന് സത്യം പറ സാറേ, പറഞ്ഞിട്ട് പോ. പക്ഷെ സാറേ, എന്റെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്നവർ മാത്രമേ ഉള്ളൂ ഇതെല്ലാം. അവൾക്ക് ഓർമ്മ വന്നാ ആ നിമിഷം അവൾ എന്റെ അടുത്തേക്ക് ഓടി വരും. അല്ലെങ്കിൽ ഞാൻ അവളെ അവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോരും. ഡോ, എല്ലാത്തിനും താമസിയാതെ ഒരു പരിഹാരം ഉണ്ടാവും. ലോകത്തൊരു ഭർത്താവും തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാത്തിരിപ്പ് നടത്തിയിട്ടുണ്ടാവില്ല. തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പില്ലാഞ്ഞിട്ടും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാഞ്ഞിട്ടും തന്റെ ഭാര്യയോടുള്ള സ്നേഹത്തിന് അവളെ തിരക്കി താൻ ഒരുപാട് കഷ്ടപ്പെട്ടു. താൻ പറഞ്ഞതുപോലെ ദൈവങ്ങൾക്കറിയാം തന്റെ മുമ്പിൽ വന്ന് തൊഴുതു നിൽക്കുന്നവരുടെ മനസ്സും പ്രാർത്ഥനയും എല്ലാം. അതുകൊണ്ടൊരു കാര്യം തന്നോട് പറയാം. എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. തന്റെ കഷ്ടപ്പാടും കാത്തിരിപ്പും എല്ലാം അവസാനിക്കും. എല്ലാത്തിനുള്ള പരിഹാരം ദൈവം തന്നെ തനിക്കുണ്ടാക്കി തരും. അതുവരെ താൻ ബുദ്ധിമോശമൊന്നും കാണിക്കരുത്. അത് സാറ് സ്വന്തം അളിയനോട് കൂടി ഒന്ന് പറഞ്ഞേക്കണം. പിന്നെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വം സാറിന് കൂടിയുണ്ട്. ചെയ്തു പോയ തെറ്റുകളിൽ കുറച്ചെങ്കിലും പശ്ചാത്താപ ചിന്ത സാറിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം സാറ് തന്നെ ഉണ്ടാക്കി തരണം. ഞാൻ ഇതിനിടയിൽ വന്ന് പെട്ടുയൊരാൾ മാത്രമല്ല. പരിഹാരം ഉണ്ടാക്കേണ്ടത് നിങ്ങളായിട്ടാ. സച്ചിക്കും ഗോകുലിനും ഇടയിൽ. ഒരു കാര്യം മാത്രം താൻ മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ 10 വർഷം സമൃദ്ധ ഗോകുലിന്റെ ഭാര്യയായിട്ട് ജീവിച്ച കുടുംബമാണത്. അത്ര പെട്ടെന്ന് സമൃദ്ധയെ അല്ല തന്റെ അർച്ചനയെ അവിടെ നിന്ന് പറിച്ചെടുത്തോണ്ട് പോവാൻ തനിക്ക് പറ്റില്ല. ഒരു കുടുംബം ചെതറിപ്പോകാതെ വേണം ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ.
എന്റെ അളിയനെന്ന രീതിയിൽ ഗോകുലിന്റെ ജീവിതം എനിക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ അയാൾ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. തനിക്ക് തന്റെ ഭാര്യയോടുള്ള സ്നേഹം എനിക്കറിയാം. എന്റെ അളിയന്റെ മനസ്സും എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമയമാവുന്നവരെ താൻ കാത്തിരുന്നേ പറ്റൂ. താൻ പറഞ്ഞതുപോലെ ഒരു ബലപ്രയോഗമോ എടുത്തുചാട്ടമോ കാണിച്ചാൽ എന്റെ അളിയനെ രക്ഷിക്കാൻ എനിക്ക് വീണ്ടും ആ പഴയ പോലീസുകാരനാവേണ്ടി വരും. പിന്നെ ഇപ്പം നമ്മൾ തമ്മിൽ നടന്ന സംസാരം മൂന്നാമതൊരാൾ അറിയരുത്. അറിഞ്ഞാ അതിന്റെ കുഴപ്പം തനിക്ക് തന്നെയാ. അപ്പോ ശരി. സച്ചി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആഹാ, കറക്റ്റ് സമയത്ത് തന്നെ എത്തിയല്ലോ. ചേച്ചി ഇന്ന് നേരത്തെ വരുമോ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സാർ എന്നെയല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നേരത്തെ വന്നല്ലേ പറ്റൂ, അല്ലേ മായേ? ഇതിലൊന്ന് ഒപ്പിട്ടേക്ക്. ഇതെന്താ? 1 വർഷം ഇവിടെ ജോലി ചെയ്തോളാന്നുള്ള ബോണ്ടാ. ഇങ്ങനൊരു കാര്യം നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇതിവിടെ ജോലിക്ക് വരുന്ന എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു എഗ്രിമെന്റാ. ഇതില് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒപ്പിട്ടേക്ക്. ദാ. വരൂ, ഞാൻ അക്കൗണ്ട് സെക്ഷനിലെ സ്റ്റാഫിനെയൊക്കെ പരിചയപ്പെടുത്തി തരാം.